അപ്പോൾ കേറ്റഡ് എക്സാമിന് എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കേറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണേ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ബാക്കി നോക്കാം. സവിശേഷ ബുദ്ധിവൈഭവം പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്കായി അധ്യാപകൻ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അധികമായി നൽകേണ്ടത്? എളുപ്പമുള്ള പ്രവർത്തനങ്ങൾ, പ്രയാസമുള്ള പ്രവർത്തനങ്ങൾ, കൂടുതൽ മികവാർന്ന വെല്ലുവിളി ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ, മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി, കൂടുതൽ മികവാർന്ന വെല്ലുവിളി ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് സവിശേഷ ബുദ്ധിവൈഭവം പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ നൽകുന്നത്, അല്ലേ? ജ്യോതിഷിന് ഗണിത പരീക്ഷയിലെ കൂടുതൽ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല. ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും സിലബസിന് പുറത്തുനിന്നുള്ളതായിരുന്നു എന്നാണ് അവൻ്റെ അഭിപ്രായം. ഇവിടെ ഏത് സമായോജന ക്രിയാതന്ത്രമാണ് ജ്യോതിഷ് ഉപയോഗിച്ചിരിക്കുന്നത്? അനുപൂരണം, ദമനം, യുക്തീകരണം, ഉദാത്തീകരണം. സമായോജന ക്രിയാതന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസ് മെക്കാനിസം. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആൻസർ? ജ്യോതിഷ് ചെയ്ത ഈ ഒരു സംഭവം നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ പരാജയം ഉണ്ടാകുമ്പോൾ തെറ്റായ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ച് ആശ്വാസം കണ്ടെത്തുന്നു. ഇതിനെ പറയുന്നതാണ് യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ സി, യുക്തീകരണം. ചിന്തയും അതിൻ്റെ ഉൽപ്പന്നമായ അറിവും സ്വയം ഉണ്ടാകുന്നതല്ല, കുട്ടി ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും രൂപപ്പെടുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്ന വൈഗോട്സ്കിയൻ സമീപനത്തെ പറയുന്ന പേര്? വ്യവഹാര സമീപനം, സാമൂഹിക ജ്ഞാനനിർമ്മിതി സമീപനം, മാനവികതാ സമീപനം, പാരിസ്ഥിതിക സമീപനം. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? വൈഗോട്സ്കിയൻ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഏതായിരിക്കും വരുന്നത്? അപ്പോൾ വൈഗോട്സ്കിയൻ എന്ന് കേട്ടാലേ നമ്മൾ ഒന്നും മുന്നും പിന്നും വിചാരിക്കേണ്ട, സാമൂഹിക ജ്ഞാനനിർമ്മിതി സമീപനം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് തരം ചോദ്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ഭാഷാ സ്വാധീനത്തെയും വായനയുടെ ആഴത്തെയും ആശയ അവതരണത്തെയും അളക്കാൻ സഹായിക്കുന്നത്? ഹ്രസ്വോത്തര ചോദ്യങ്ങൾ ഷോർട്ട് ആൻസർ ടൈപ്പ്, ദീർഘോത്തര ചോദ്യങ്ങൾ എസ്സേ ടൈപ്പ്, ബഹുവികൽപ്പ മാതൃകാ ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, വസ്തുനിഷ്ഠ ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരാളുടെ ഭാഷാ സ്വാധീനത്തെ അറിയാനായിട്ട് ആഴത്തിലുള്ള അറിവുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതിലേതായിരിക്കും? അതെ, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലേ? ദീർഘോത്തര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ സഹിതം വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതോ ഇങ്ങനെ മതിയെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.